ഹായ്, നമ്മൾ പ്രോബ്ലങ്ങൾ തുടരുകയാണ്. അടുത്ത ടൈപ്പ് പ്രോബ്ലത്തിൽ ഡിനോമിനേറ്ററിൽ ഒരു ഇറേഷണൽ സംഖ്യ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ടോട്ടൽ വാല്യൂ മാറാതെ തന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഒരു വാല്യൂവിൽ ഒരു ഇറേഷണൽ സംഖ്യ ഉണ്ടെങ്കിൽ അതിനെ ടോട്ടലായിട്ട് റേഷണലൈസ് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. അതിൻ്റെ വാല്യൂ മാറ്റാതെ ടോട്ടലായിട്ട് റേഷണലൈസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് കാര്യമാണ് പറയുന്നത്. റേഷണൽ ആയിട്ടുള്ള സംഖ്യ ഡിനോമിനേറ്ററിൽ വന്നാൽ അവിടെ നിന്ന് അതിനെ റിമൂവ് ചെയ്യുക, ബട്ട് ടോട്ടൽ വാല്യൂ റിമെയിൻസ് ദ സെയിം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതിപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് സ്വാഭാവികമായിട്ടൊരു സംശയം വരാം. വാട്ട് ഇസ് ദ അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ് ഓഫ് റിമൂവിങ് എൻ ഇറേഷണൽ നമ്പർ ഫ്രം ദ ഡിനോമിനേറ്റർ ഓഫ് എ വാല്യൂ? അത് എന്ന് പറഞ്ഞാൽ ഒരു സൗകര്യം, അത്രയേ അതിന് പറയാനുള്ളൂ. അതായത് നമുക്ക് തന്നെ അറിയാം, മൾട്ടിപ്ലൈ ചെയ്യുന്ന പ്രോസസ്സ് എപ്പോഴും ഡിവൈഡ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ്. ഇപ്പോൾ √2 എന്ന് പറഞ്ഞാൽ 1.414 ആണ്. അത് അപ്രോക്സിമേറ്റഡ്. തീർച്ചയായിട്ടും അതിൻ്റെ നോൺ റിക്കറിങ് ആൻഡ് നോൺ ടെർമിനേറ്റിംഗ് ആണ് അതിൻ്റെ ഡെസിമൽ പ്ലേസസ് നമുക്കറിയാം അല്ലേ. അതിപ്പോൾ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്താൽ തന്നെ 2.414 എന്ന് എടുത്താൽ തന്നെ അതുകൊണ്ട് ഗുണിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ആ വാല്യൂ വെച്ചിട്ട് അല്ലേ. അപ്പം അതൊന്നും ഒഴിഞ്ഞു കിട്ടും എന്നുള്ളതാണ് ഒരു ഇത്. ഇന്നത്തെ കാലത്ത് കാൽക്കുലേറ്ററൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ ഒരു കൺസെപ്റ്റിന് വലിയ പ്രസക്തിയൊന്നുമില്ല. പിന്നെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയിട്ട് അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്, അതുകൊണ്ട് നമ്മളത് പഠിക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ രണ്ട് വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യാനും ഒക്കെ ഡിനോമിനേറ്ററിൽ നിന്ന് അത് ഒഴിവാക്കുന്നത് കൂടുതൽ നന്നായിരിക്കും, സൗകര്യമായിരിക്കും എന്നതിൽ കവിഞ്ഞ് അതിന് മറ്റു പ്രസക്തിയൊന്നുമില്ല. എന്നാൽ കൂടി അതിൻ്റെ പ്രോബ്ലംസ് പ്രസക്തമാണ്, അത് ഇൻവോൾവ് ചെയ്യുന്ന പ്രോബ്ലങ്ങൾ പ്രസക്തമാണ്. അങ്ങനെ ഒരു സിംപ്ലസ്റ്റ് പ്രോബ്ലത്തിൽ നമുക്കൊന്ന് തുടങ്ങാം. ഇപ്പോൾ ഇവിടെ നോക്കൂ, 1/√5 എന്നുള്ള വാല്യൂ ഉണ്ട്. അതിനെ ഡീറാഷണലൈസ് ദ ഡിനോമിനേറ്റർ. റാഷണലൈസ് ദ ഡിനോമിനേറ്റർ. റാഷണലൈസ് ആണ് ഉദ്ദേശിച്ചത്, റാഷണലൈസ് ദ ഡിനോമിനേറ്റർ. അത് നോക്കൂ, എന്ത് ചെയ്യണം? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഏതൊരു വാല്യൂവിനെയും a/a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂ മാറില്ല. കാരണം a/a ഈസ് 1 അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം ആണെങ്കിൽ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആക്ച്വലി യു ആർ മൾട്ടിപ്ലൈയിങ് വിത്ത് 1 ഓൺലി, യൂണിറ്റി ഓൺലി അല്ലേ. അപ്പോൾ ഇവിടെ കൺവെർഷൻ ഫാക്ടറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്തരം യൂണിറ്റ് വാല്യൂസ് ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിലെ ഡിനോമിനേറ്ററിലെ √5 നമുക്ക് റിമൂവ് ചെയ്യാൻ വളരെ എളുപ്പത്തിലുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ 1/√5 കൊണ്ട് 1/√5നെ √5/√5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1/√5നെ √5 /√5 വിച്ച് ഇസ് അതർവൈസ് 1 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് സംഭവിക്കും? ഡിനോമിനേറ്ററിലെ √5 × √5 5 ആയി മാറും. പകരം ന്യൂമറേറ്ററിൽ പുതിയ √5 വരും. നമുക്കറിയാം √5/√5 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 1/√5 ആണ്. അപ്പം നമ്മൾ ഈ കൺവെർഷൻ ചെയ്തത് എന്തിനാ വെച്ചാൽ ഡിനോമിനേറ്ററിലുള്ള √5 ഒഴിഞ്ഞു കിട്ടി, പകരം നമുക്ക് പുതിയൊരു രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യാൻ പറ്റും. വേർ സ്ക്വയർ റൂട്ട് വാല്യൂ ഇസ് ഓൺലി ഇൻ ദ ന്യൂമറേറ്റർ. പറഞ്ഞ മനസ്സില. അല്ലാണ്ട് വാല്യൂന്ന് ടോട്ടലായിട്ട് ഇറേഷണൽ സംഖ്യയെ അല്ലെങ്കിൽ സ്ക്വയർ റൂട്ടുള്ള ഒരു സംഖ്യയെ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിയുന്നുള്ള അർത്ഥത്തിലല്ല. ഇതുമാതിരിയുള്ള മറ്റു പ്രോബ്ലങ്ങളും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ. √2/√5 ആണെന്ന് കരുതാം. ഇവിടെയും ഡിനോമിനേറ്റർ നോക്കിയിട്ടാണ് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ എന്ന് തീരുമാനം എടുക്കുന്നത്. ഇവിടെ ഡിനോമിനേറ്റർ √5 ആയതുകൊണ്ട് നമ്മൾ √5/√5 എന്നുള്ള യൂണിറ്റ് കൺവെർഷൻ ഫാക്ടർ കൊണ്ട് അതിനെ ഗുണിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? എഗെയിൻ നേരത്തെ സംഭവിച്ച മാതിരി ഡിനോമിനേറ്റർ √5 × 5 √25 അഥവാ 5 ആയി മാറും. ന്യൂമറേറ്റർ √2 × √5 √10 ആയിട്ട് ഉത്തരത്തിൽ അവശേഷിക്കും. സിൻസ് ദാറ്റ് ഈസ് നോട്ട് ഇൻ ദ denominator, we have already rationalized the denominator, keeping the new numerator irrational. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി മൂന്നാമത്തത് നമുക്ക് തന്നത് √2 + 3 /3 - √2. ഇവിടെയും നമുക്ക് ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യണം. ഇവിടെ പ്രീവിയസ് പ്രോബ്ലത്തിനുള്ള ഡിഫറൻസ് ഒരൊറ്റ ടൈമായിട്ടല്ല, 3 - √2 എന്ന രൂപത്തിലാണ് അതുള്ളത്. ഇത്തരം കേസുകളിൽ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ 3 - √2നെ അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയപ്പെടുന്ന 3 + √2 ഉണ്ടല്ലോ, 3 + √2 /3 + √2 കൊണ്ട് ഗുണിക്കണം. ഇവിടെയും പർപ്പസ് ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ 3 + √2 /3 + √2 എന്ന് പറഞ്ഞാൽ അഗെയിൻ ഇറ്റ് ഇസ് എ യൂണിറ്റ് കൺവെർഷൻ ഫാക്ടർ ആണ് അല്ലേ.
നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ള ഇതാണ്. യൂണിറ്റ് ആണ് അതിൻ്റെ, പക്ഷെ 1/1 ആണ് ബലത്തിലത് അല്ലേ, അതുകൊണ്ടാണ് അത് യൂണിറ്റ് ആണെന്ന് പറഞ്ഞത്. അത് നമ്മൾ വാല്യൂവിനെ മറ്റൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് നമുക്കതിനെ യൂണിറ്റ് കൺവേർഷൻ ഫാക്ടർ എന്ന് പറയാം അല്ലേ. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താ ശ്രദ്ധിക്കൂ. നേരത്തെ മാതിരി √5 × √5 5 എന്ന് കിട്ടുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടെ. ഇവിടെ എന്താ നിയമം? a + b × a - b a² - b² എന്നുള്ള മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഇവിടെ ബലത്തിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നോക്കൂ എന്തായി മാറി? √2 + √3 × 3 + √2 ന്യൂമറേറ്ററിൽ വന്നു, 3 - √2 × 3 + √2 ഡിനോമിനേറ്ററിൽ വന്നു അല്ലെ. അപ്പൊ തൽക്കാലം നമ്മൾ ന്യൂമറേറ്റർ അങ്ങനെ തന്നെ എഴുതി, √2 + √3 × 3 + √2. ഓക്കെ, ഡിനോമിനേറ്റർ എന്തായി? a², അതെന്താ 3² -√2². ശരിയല്ല. അപ്പൊ ഇനി നമുക്ക് ന്യൂമറേറ്റർ എന്താവും നോക്കാം. √2 × 3 3√2, √2 × √2 2, 3 × 3 9, 3 × √2 another 3√2. ഡിനോമിനേറ്ററോ 3² 9 ആയി, √2² 2 ആയി അല്ലേ. അപ്പൊ ഇതൊന്ന് സമ്മപ്പ് ചെയ്യാം. എന്ത് ചെയ്യാം? 3√2 + 3√2 6√2 ആണ് അല്ലേ. 9 + 2 11 ആണ്, 9 - 2 7 ആണ്. അപ്പൊ നമുക്ക് സിംപ്ലിഫൈഡ് ഫോം എന്ത് കിട്ടി? 6√2 + 11/7 where the denominator is rational. പറഞ്ഞ മനസ്സിലായി? even though numerator still contains one irrational number, the denominator has been rationalized. പറഞ്ഞ മനസ്സിലായല്ലോ? ഈ രീതിയിൽ വേണം അത് ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം ഇവിടെ നോക്കൂ. √3 - √2 /√5 + √3 the whole squared. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡിനോമിനേറ്ററിനെ റേഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന കൺവേർഷൻ ഫാക്ടർ, യൂണിറ്റ് കൺവേർഷൻ ഫാക്ടർ എന്ന് പറയുന്നത് √5 - √3 the square /√5 - √3 the square ആയിരിക്കും. √5 - 3 the square /√5 - √3 the square. ഓക്കെ, നമ്മൾ ഇനി ഓപ്പറേറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ന്യൂമറേറ്റർ എഴുതുകയാണ്. അപ്പോൾ ആദ്യത്തെ ടേം √3 - √2 എഴുതി. ഇനി ഇത് കോപ്പി ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നേരിട്ട് കോപ്പി ചെയ്യുന്നതിന് പകരം അത് എക്സ്പാൻഡ് ചെയ്യാം. a - b² a² - 2ab + b², a² √5² 5 -2ab -2 × √5 × 3 √15 അല്ലേ, -2 √15 and plus -√3 the square is +3 എഴുതി. ഡിനോമിനേറ്ററോ? ഡിനോമിനേറ്റർ 5 + √5 + √3² × √5 - √3². നമ്മൾ എങ്ങനെ എഴുതും? √5 + √3 × √5 - √3 the whole square എന്ന് എഴുതിയാൽ തെറ്റില്ല. ഓക്കെ, ഇനിയോ? ഇനി നമ്മൾ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അടുത്ത സ്റ്റെപ്പില് √3 × 5 5√3, √3 × -2 √15 is equal to -15 × 3 45, -2 √45. again √3 × 3 3√3 അതും പ്ലസ് ആണ്. ഇനി -√2 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. -2 -√2 × 5 -5√2 -√2 × -2 √15 is equal to plus 2 √30, 15 × 2 30. Okay, and finally -√2 × 3 -3√2. Okay, ഇനി what about denominator? a + b × a - b the square is equal to a² - b² the square. അപ്പോൾ √5² -√3² the whole square. ഓക്കെ, ഇനി നമ്മളിത് ആഡ് ചെയ്യാവുന്ന ടേംസ് ഒക്കെ ആഡ് ചെയ്യാം. 5√3, പിന്നെ എവിടെ √3 ഉണ്ടാവുന്നുണ്ട്? 3√3 ഉണ്ട്. അപ്പൊ അത് രണ്ടും കൂടി ചേർന്ന് 8√3 ആവും. ഇത് നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ആ സ്റ്റെപ്പ് ഇൻ ബിറ്റ്വീൻ സ്റ്റെപ്പ് ഞാൻ എഴുതിയിട്ടില്ല. 9 × 5 ആണ് 45. ഞാൻ 9 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയത് കാരണം അതിന്റെ സ്ക്വയർ റൂട്ട് വരുമ്പോൾ 3 ആണ്. ആ 3 പുറത്ത് വരുമ്പോൾ 2 × 3 6 ആവും. പിന്നെ ഇവിടെ അവശേഷിക്കുന്നത് 5 ആണ്. അപ്പൊ -6 √5 ആവും. ഈ ടേം ഇത് സെയിം ആണ്. ഇനി √3 വരുന്നത് നമ്മൾ ഇത് മെർജ് ചെയ്ത് പോയി. ഇനി -5√2 -3√2, അപ്പൊ രണ്ടും കൂടി മെർജ് ചെയ്തിട്ട് -8√2 + 2 √30. ഓക്കെ, വാട്ട് അബൌട്ട് ഡിനോമിനേറ്റർ? √5² 5 ആണ്, √3² 3 ആണ്, 5 - 3 2 ആണ്, 2² 4 ആണ്. ഡിനോമിനേറ്റർ 4 ആയി. ഇനിയോ? ഇനി നമുക്ക് ഈ 4 കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്ത് പോകില്ല. അപ്പൊ പക്ഷെ 2 ഡിവൈഡ് ചെയ്ത് പോകും. 4 8 2 തവണ, അപ്പൊ 2 √3 മൈനസ് ഇത് 6 2 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 പോകും, 3 √5 -8 √20 എന്നുള്ള -4 √2 എന്നാവും അല്ലെ. 2 അല്ലേ പോകുള്ളൂ. -4 √2. ഓക്കെ, -4 √2
ആൻഡ് പ്ലസ് റൂട്ട് 30. കാരണം എന്താ, ആ 2 കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ആയി പോകും അല്ലെ. പ്ലസ് 4 റൂട്ട് 30 ഹോൾ ഡിവൈഡ് ബൈ 2. ആ 2 നമ്മൾ ഒഴിവാക്കിയ ഫ്രാക്ഷൻ വരും ന്യൂമറേറ്ററിൽ, അത് ഒഴിവാക്കുക. അപ്പൊ നമുക്കിത് ഫൈനൽ ആൻസർ ആയിട്ട് ഇത് കീപ് ആസ് സച്ച്. ഓക്കെ, നെക്സ്റ്റ് 1 by square root 2 plus square root 3 the whole cube. ഓക്കെ, ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യാൻ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് റൂട്ട് 3 മൈനസ് റൂട്ട് 2 ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ റൂട്ട് 3 മൈനസ് റൂട്ട് 2 ഹോൾ ക്യൂബ് കൊണ്ടാണ്. ഇപ്പോൾ റൂട്ട് 2 പ്ലസ് റൂട്ട് 3 എന്നുള്ളതും റൂട്ട് 3 പ്ലസ് റൂട്ട് 2 സെയിം ആണല്ലോ. അപ്പോൾ ഇത് റൂട്ട് 3 പ്ലസ് റൂട്ട് 2 ആണെന്ന് കരുതൂ. അപ്പോൾ നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട റൂട്ട് 3 മൈനസ് റൂട്ട് 2 ദ ഹോൾ ക്യൂബ് കൊണ്ടാണല്ലോ. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ ചെയ്തു. 1 by root 2 plus root 3 the whole cube into root 3 minus root 2 the whole cube divided by root 3 minus root 2 the whole cube. ഓക്കെ അല്ലേ? ശരി, ഇനി നമുക്ക് ഇങ്ങനൊരു റൂൾ അറിയാം. a മൈനസ് ബി ദ ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു എ ക്യൂബ് പ്ലസ് 3ab സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബി മൈനസ് ബി ക്യൂബ് ആണ്. കാരണം മനസ്സിലായല്ലോ, രണ്ട് ടേം നെഗറ്റീവ് വരുന്നത്. ഏതൊക്കെയാണ് വരുന്നത്? ബി എന്ന ടേം വരുന്നതും, കാരണം ബി മൈനസ് സൈൻ ആണല്ലോ ഇവിടെ, അതുകൊണ്ടാണ് ബി എടുക്കുമ്പോൾ മൈനസ് വരുന്നത്. എന്നാൽ ബി സ്ക്വയർ എടുക്കുമ്പോൾ മൈനസ് പ്ലസ് ആവുന്നതുകൊണ്ടാണ് 3ab സ്ക്വയർ പോസിറ്റീവ് ആയത്. ഇനി ബി നെഗറ്റീവ് ആയതുകൊണ്ട് ബി ക്യൂബ് നെഗറ്റീവ് തന്നെ ആയിരിക്കുമല്ലോ. നെഗറ്റീവിന്റെ നെഗറ്റീവിന്റെ നെഗറ്റീവ് നെഗറ്റീവ്, അതുകൊണ്ടാണ് ഇത് നെഗറ്റീവ് ആവുന്നത്. ഇത് നെഗറ്റീവായി അവശേഷിക്കാൻ കാരണം അത് ബി എന്നുള്ള ടേം അതിലുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ആ റൂള് വെച്ചിട്ട് നമുക്ക് റൂട്ട് 3 മൈനസ് റൂട്ട് 2 ക്യൂബിനെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ എ ക്യൂബ് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3, അപ്പൊ അത് 3 റൂട്ട് 3 ആകും അല്ലെ. ഇനി എന്താ, 3ab സ്ക്വയർ പ്ലസ് ആണ് 3ab സ്ക്വയർ 3 ഇൻറ്റു റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 സ്ക്വയർ 2 ആണ്. അപ്പൊ 3 ഇൻറ്റു 2 ഇൻറ്റു റൂട്ട് 3 എന്ന് വരും, എന്ന് പറഞ്ഞാൽ 6 റൂട്ട് 3 എന്ന് വരും. 3ab സ്ക്വയർ ചെയ്താൽ മൈനസ് എ സ്ക്വയർ ബി. എ സ്ക്വയർ എന്താ 3 ഇൻറ്റു ബി റൂട്ട് 2 അല്ലെ. അപ്പൊ എന്താ, 3യും എ സ്ക്വയർ 3 ആണ്, ഓൾറെഡി 3 അവിടെ ഉണ്ട്. അപ്പൊ 3 ഇൻറ്റു 3 9 ഇൻറ്റു റൂട്ട് 2, അത് മൈനസ് സൈനുമാണ്. പിന്നെ ബി ക്യൂബ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 വിത്ത് നെഗറ്റീവ് സൈൻ എന്ന് പറഞ്ഞാൽ മൈനസ് 2 റൂട്ട് 2. ഇനി ഡിനോമിനേറ്റർ എന്താ, നമുക്കിപ്പോ ഡിനോമിനേറ്റർ എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാം. റൂട്ട് 2 പ്ലസ് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 മൈനസ് റൂട്ട് 2 ഹോൾ ക്യൂബ് എന്ന് എഴുതി അല്ലെ. ഇനി ന്യൂമറേറ്റർ നോക്കും, നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 3 റൂട്ട് 3 പ്ലസ് 6 റൂട്ട് 3 9 റൂട്ട് 3 ആണല്ലോ. മൈനസ് 9 റൂട്ട് 2 മൈനസ് 2 റൂട്ട് 2 എന്താണ്? മൈനസ് 11 റൂട്ട് 2 ആണല്ലോ. അതെ, ഇനി ഇത് നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ക്യൂബ് ആക്കാം. റൂട്ട് 3 സ്ക്വയർ എത്രയാ? 3. റൂട്ട് 2 സ്ക്വയർ എത്രയാ? 2. 3 മൈനസ് 2 എത്രയാ? 1. 1 ക്യൂബ് എത്രയാ? 1 അല്ലെ. അപ്പൊ ഡിനോമിനേറ്റർ 1 ആണ്. അപ്പോ ആൻസർ എന്തായിരിക്കും? 9 റൂട്ട് 3 മൈനസ് 11 റൂട്ട് 2. 9 റൂട്ട് 3 മൈനസ് 11 റൂട്ട് 2. മനസ്സിലായല്ലോ. അടുത്ത പ്രോബ്ലം. ഈ പ്രോബ്ലം ഒറിജിനൽ ഒബ്ജക്റ്റീവ് ആണ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഞാൻ അതൊന്നും എഴുതിയിട്ടില്ല. നേരെ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് റൂട്ട് 32 പ്ലസ് റൂട്ട് 48 ഡിവൈഡ് ബൈ റൂട്ട് 8 പ്ലസ് റൂട്ട് 12 ആണ്. അപ്പൊ നമ്മൾ ഇവിടെയും അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടത് റാഷണലൈസ് ദ ഡിനോമിനേറ്റർ തന്നെയാണ്. അങ്ങനെയാണ് നമ്മളത് സിംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പൊ നോക്കൂ, ഇതിന് നമുക്ക് റൂട്ട് 32 റൂട്ട് 2 ഇൻറ്റു 16 എഴുതാം. റൂട്ട് 48 എന്നുള്ളത് റൂട്ട് 3 ഇൻറ്റു 16 എഴുതാം. ഡിവൈഡ് ബൈ റൂട്ട് 8 പ്ലസ് റൂട്ട് 12. ഇനി റാഷണലൈസിങ് ഫാക്ടർ റൂട്ട് 12 മൈനസ് റൂട്ട് 8 ഡിവൈഡ് ബൈ റൂട്ട് 12 മൈനസ് റൂട്ട് 8. ശരിയല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഈ 2 ഇൻറ്റു 16 16 റൂട്ട് 16 4 ആണ്. അപ്പൊ അതിന് 4 റൂട്ട് 2 എന്ന് എഴുതാം. റൂട്ട് 16 4 ആണ്, അപ്പൊ അതിന് 4 റൂട്ട് 3 എന്ന് എഴുതാം. ഇൻറ്റു റൂട്ട് 12 മൈനസ് റൂട്ട് 8 ന്യൂമറേറ്റർ. ഡിനോമിനേറ്ററോ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം ആണ്. റൂട്ട് 12 സ്ക്വയർ മൈനസ് റൂട്ട് 8 സ്ക്വയർ. ശരിയല്ലേ? ഓക്കെ, റൂട്ട് 12 സ്ക്വയർ മൈനസ് റൂട്ട് 8 സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. 4 റൂട്ട് 2 ഇൻറ്റു റൂട്ട് 12. റൂട്ട് 2 ഇൻറ്റു 12 24 ആണ്. അപ്പൊ 4 റൂട്ട് 24. 4 റൂട്ട് 2 ഇൻറ്റു മൈനസ് റൂട്ട് 8. 4 റൂട്ട് മൈനസ് 4 റൂട്ട് 16. ഇനി മൂന്നാമത്തത് 4 റൂട്ട് 3 ഇൻറ്റു റൂട്ട് 12 പ്ലസ് 4 36. 3 ഇൻറ്റു 12 36 ആണ്, പ്ലസ് 4 36. ആൻഡ് അഗെയിൻ 4 റൂട്ട് 3 ഇൻറ്റു മൈനസ് 8. 3 ഇൻറ്റു 8 24 ആണ്, മൈനസ് 4 24.
ഇനി ഡിനോമിനേറ്റർ റൂട്ട് 12ന്റെ സ്ക്വയർ 12 ആണ്, റൂട്ട് 8ന്റെ സ്ക്വയർ 8 ആണ്. അപ്പൊ 12 മൈനസ് 8 4 ആണ്, 12 മൈനസ് 8 ആണ് അല്ലേ. അപ്പൊ ന്യൂമറേറ്റർ നോക്കൂ, 4 അണ്ടർ റൂട്ട് 24 മൈനസ് 4 റൂട്ട് 16 പ്ലസ് 4 റൂട്ട് 36 മൈനസ് 4 റൂട്ട് 24. ഇതിൽ 4 റൂട്ട് 16 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 ആണ്, അപ്പൊ ഈ ടേം 16 ആണ്. അതേമാതിരി റൂട്ട് 36 എന്ന് പറഞ്ഞാൽ 6 ആണ്, അപ്പൊ ഇത് 24 ആണ് അല്ലേ. അപ്പൊ ഇത് 24, ഇത് 16, ഇത് പ്ലസ് ഇത് മൈനസ്. 424 റൂട്ട് 24ഉം 4 റൂട്ട് 24ഉം ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ ഫലത്തിൽ എന്ത് വന്നു? 24 മൈനസ് 16 എന്ന് വന്നു ന്യൂമറേറ്റർ. ഇതും ക്യാൻസൽ ആയിപ്പോയി. ഇത് 6 ആണ്, 6 4 24 ആണ്. ഇത് 4 ആണ്, 4 4 16 ആണ്. അപ്പൊ 24 മൈനസ് 16 എന്ന ന്യൂമറേറ്ററും 12 മൈനസ് 8 4 എന്ന് ഡിനോമിനേറ്ററും വന്നു. അപ്പോൾ 24 16 പോയ 8, 8/4 2 എന്നാണ് തന്ന 4 ഓപ്ഷനിൽ ഒരു ആൻസർ. അപ്പോൾ അതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ.